Relation between electric field and electric potential. Equipotential surfaces. ഈ ടോപ്പിക്സ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായി വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് നമുക്ക് നോക്കാം. We have work is equal to force into displacement. നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ച ഡെഫിനിഷനാണ്. വർക്ക് എന്ന് പറയുന്നത് ഫോഴ്സിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും പ്രോഡക്റ്റാണ്. വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഇനി ഈ ഫിഗറിലേക്ക് ഒന്ന് നോക്കാം. ഹിയർ എ ആൻഡ് ബി ആർ 2 points in the electric field of charge Q. Q എന്ന് പറയുന്ന ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡിലെ 2 പോയിന്റ്സ് ആണ് എ ആൻഡ് ബി. When a force F acts on a charge plus 1 coulomb, the charge displaces from A to B. ഈ എ എന്ന് പറയുന്ന പോയിന്റിൽ ഒരു പ്ലസ് 1 കൂളം ചാർജ് വയ്ക്കുന്നു. ആ ചാർജിൽ ഒരു ഫോഴ്സ് പ്രയോഗിച്ചാൽ ചാർജ് എയിൽ നിന്ന് ബിയിലേക്ക് മൂവ് ചെയ്യും ആണ് പറഞ്ഞിരിക്കുന്നത്. Here A and B are 2 points in the electric field of charge Q. When a force F acts on a charge plus 1 coulomb, the charge displaces from A to B. 1 coulomb charge, എയിൽ ഇരിക്കുന്ന 1 coulomb ചാർജിൽ ഒരു ഫോഴ്സ് പ്രയോഗിക്കുമ്പോൾ ആ ഫോഴ്സ് മൂലം ചാർജ് എയിൽ നിന്ന് ബിയിലേക്ക് ചാർജിനൊരു ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിക്കും. Then the work done W is equal to F into dx. അങ്ങനെയെങ്കിൽ ഇവിടെ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പ്രയോഗിച്ച ഫോഴ്സ് എഫ് ആണ്. അപ്പോൾ ഉണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റ് എയിൽ നിന്ന് ബിയിലേക്കുണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റ് ഡി എക്സ് ആണെങ്കിൽ വർക്ക് W is equal to F dx എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. We have force acting on a charge F is equal to QE. ഒരു ഇലക്ട്രിക് ഫീൽഡിലിരിക്കുന്ന ഒരു ചാർജിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു ക്യു ഇ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. Therefore W is equal to എഫിന് പകരം നമുക്കിവിടെ ക്യു ഇ എന്ന് കൊടുക്കുക. എഫിന് പകരം ക്യു ഇ ഡി എക്സ് എന്ന് നമുക്ക് ലഭിക്കും. ഓൾസോ വർക്ക് ഇസ് ഈക്വൽ ടു ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ ഡിഫറൻസ്. വർക്കിൻ്റെ മറ്റൊരു ഡെഫിനിഷനാണ്. ചാർജിൻ്റെയും പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെയും പ്രോഡക്റ്റാണ് വർക്ക്. Therefore W is equal to, ഇവിടെ ചാർജ് എന്ന് പറയുന്നത് ക്യൂ ആണ്. ക്യൂ ഇൻറ്റു പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്ന വി ബി മൈനസ് വി. എയിൽ നിന്ന് ബിയിലേക്ക് മൂവ് ചെയ്താൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ പഠിച്ചു. ഇതാണ് വി എ ബി ആണ്. അത് വി ബി മൈനസ് വി എ ആണ്. ദാറ്റ് ഈസ് ക്യൂ ഇൻറ്റു വി എ ബി. ക്യൂ ഇൻറ്റു വി എ ബി. ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ വന്നിട്ടുണ്ട്. നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ വർക്ക് ഈസ് ഡൺ എഗനസ്റ്റ് ദ ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇവിടെ ഫോഴ്സ് പ്രയോഗിക്കപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ വർക്ക് സംഭവിച്ചിരിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ നെഗറ്റീവ് സൈൻ വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് വർക്കിന് 2 ഇക്വേഷൻസ് ലഭിച്ചു. ഏതൊക്കെയാണ്? W is equal to QE into dx എന്ന് പറയുന്ന ഫസ്റ്റ് ഇക്വേഷൻ ആൻഡ് W is equal to minus Q into VAB. Equating both expressions we get QE dx is equal to minus QVAB. QE dx is equal to minus QVAB. ഇതിൽ നിന്ന് ക്യാൻസലിംഗ് Q ഫ്രം ബോത്ത് സൈഡ്സ്, രണ്ട് സൈഡിൽ നിന്നും Q നമുക്ക് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് E dx is equal to minus VAB എന്ന് ലഭിക്കും. E dx is equal to minus VAB. Taking dx to the right hand side we get E is equal to minus VAB divided by x. ഒന്ന് എഴുതി നോക്കുക, അപ്പം ക്ലിയർ ആവും. 2 ഇക്വേഷൻസ് ലഭിക്കുന്നു. ഫസ്റ്റ് ഇക്വേഷനിലെ ക്യു ഇ ഡി എക്സും അതുപോലെ സെക്കൻഡ് ഇക്വേഷനിലെ മൈനസ് ക്യു വി എ ബി നമ്മൾ ഇക്വേറ്റ് ചെയ്യുകയാണ്. രണ്ട് സൈഡിൽ നിന്നും ക്യൂ ക്യാൻസലായി പോകും. പിന്നെ ഇ ഡി എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് വി എ ബി ലഭിക്കും. ഡി എക്സിനെ റൈറ്റ് സൈഡിലേക്ക് മാറ്റി കഴിയുമ്പോൾ ഇ ഇസ് ഈക്വൽ ടു മൈനസ് വി എ ബി ഡിവൈഡ് ബൈ ഡി എക്സ് എന്ന് നമുക്ക് ലഭിക്കും. That is E is equal to minus VAB by dx, or E is equal to minus dV by dx. dV means
ഡെൽറ്റ വി എന്നുള്ള മീനിങ്ങിലാണ് ഇവിടെ ഡി വി വന്നിരിക്കുന്നത്. ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ എന്താണ്? വി ബി മൈനസ് വി എ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം രണ്ട് ഇക്വേഷൻസ് ആണ് നമ്മൾ ഇ ഈസ് ഈക്വൽ ടു മൈനസ് വി എ ബി ബൈ ഡി എക്സ് ഓർ ഇ ഈസ് ഈക്വൽ ടു മൈനസ് ഡി വി ബൈ ഡി എക്സ്. This is the relation between electric field intensity and electric potential. അപ്പം ഇലക്ട്രിക് പൊട്ടൻഷ്യലും ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയും തമ്മിലുള്ള റിലേഷൻ ഇതാണ്. ഇ ഈസ് ഈക്വൽ ടു മൈനസ് വി എ ബി ബൈ ഡി എക്സ് ഓർ ഇ ഈസ് ഈക്വൽ ടു മൈനസ് ഡി വി ബൈ ഡി എക്സ്. നെഗറ്റീവ് സൈൻ സൂചിപ്പിക്കുന്നത് ഫോഴ്സും ഇലക്ട്രിക് ഫീൽഡും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെന്ന് കാണിക്കാനായിട്ടാണ് ഇവിടെ ഈ നെഗറ്റീവ് സൈൻ ഉപയോഗിച്ചിരിക്കുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഈസ് ദ നെഗറ്റീവ് ഗ്രേഡിയൻറ്റ് ഓഫ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെ നെഗറ്റീവ് ഗ്രേഡിയൻ്റ് ആണ്. ഇങ്ങനെ വേണമെങ്കിൽ എക്സാമിന് ചോദിക്കാം. പ്രൂവ് ദാറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഈസ് ദ നെഗറ്റീവ് ഗ്രേഡിയൻറ്റ് ഓഫ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ഇത് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാലും നമ്മൾ ഇത് തന്നെയാണ് ചെയ്യേണ്ടത്. ഇനി രണ്ട് പാരലൽ പ്ലേറ്റ്സിനിടയിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയെന്ന് നമുക്ക് നോക്കാം. പാരലൽ ആയിട്ടുള്ള രണ്ട് പ്ലേറ്റുകൾ വെച്ചിരുന്നാൽ അവയ്ക്കിടയിൽ അനുഭവപ്പെടുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയെന്ന് കണ്ടുപിടിക്കുകയാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന ടോപ്പിക്കിൽ രണ്ട് പാരലൽ പ്ലേറ്റ്സുകൾക്കിടയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി ഇ ഈസ് ഈക്വൽ ടു വി ബൈ ഡി ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. രണ്ട് പ്ലേറ്റുകൾ പാരലായിട്ട് വയ്ക്കുന്നു. അവയിൽ ഒന്നിൽ പോസിറ്റീവ് ചാർജും ഒരെണ്ണത്തിൽ നെഗറ്റീവ് ചാർജും കൊടുത്തിരുന്നാൽ അവയ്ക്കിടയിൽ അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ്. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കാണാനുള്ള ഇക്വേഷൻ ഇ ഈസ് ഈക്വൽ ടു വി ബൈ ഡി ആണ്. വി എന്ന് പറയുന്നത് ദ പൊട്ടൻഷ്യൽ അപ്ലൈഡ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ആൻഡ് ഡി ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്. Therefore, the potential difference V is equal to E into D. പൊട്ടൻഷ്യൽ ഡിഫറൻസ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ രണ്ട് പ്ലേറ്റുകൾ പാരലായിട്ട് വെച്ചിരുന്നാൽ അവയ്ക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണാനുള്ള ഇക്വേഷൻ E into D ആണ്. Here, the work done in moving a charge Q between 2 points is given by W is equal to QV. ചാർജുകൾ രണ്ട് പോയിന്റുകൾക്കിടയിൽ മൂവ് ചെയ്യിക്കാൻ ആവശ്യമാകുന്ന വർക്ക് ഡൺ W is equal to QV ആണ്. നെക്സ്റ്റ് ടോപ്പിക് ഇലക്ട്രോൺ വോൾട്ട്. ആറ്റോമിക് ആൻഡ് ന്യൂക്ലിയർ ഫിസിക്സിൽ ഉപയോഗിക്കുന്ന എനർജിയുടെ യൂണിറ്റ് ആണ് ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത്. ഇലക്ട്രോൺ വോൾട്ട് ഈസ് എ യൂണിറ്റ് ഓഫ് എനർജി കോമൺലി യൂസ്ഡ് ഇൻ ആറ്റോമിക് ആൻഡ് ന്യൂക്ലിയർ ഫിസിക്സ്. ഇനി എക്സാമിന് ഡിഫൈൻ വൺ ഇലക്ട്രോൺ വോൾട്ട് ഡിഫൈൻ ചെയ്യാനോ അല്ലെങ്കിൽ 1 ഇലക്ട്രോൺ വോൾട്ട് എത്ര ജൂൾ ആണെന്ന് എഴുതാനോ ഒരു ക്വസ്റ്റ്യൻ സാധാരണ ചോദിക്കാറുള്ളതാണ്. ഇലക്ട്രോൺ വോൾട്ടിനെ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. ഇറ്റ് ഈസ് ദ കൈനറ്റിക് എനർജി അക്വയർഡ് ബൈ ആൻ ഇലക്ട്രോൺ വെൻ ഇറ്റ് ഈസ് ആക്സിലറേറ്റഡ് ത്രൂ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് 1 വോൾട്ട്. 1 വോൾട്ടിലേക്ക് ഒരു ഇലക്ട്രോണിനെ ആക്സിലറേറ്റ് ചെയ്യുമ്പോൾ അതിന് ലഭിക്കുന്ന കൈനറ്റിക് എനർജി, ഇലക്ട്രോണിന് ലഭിക്കുന്ന കൈനറ്റിക് എനർജിയാണ് 1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത്. എനർജിയുടെ യൂണിറ്റ് ആണെന്ന് പറഞ്ഞു. 1 വോൾട്ടിലേക്ക് ഒരു ഇലക്ട്രോണിനെ ആക്സിലറേറ്റ് ചെയ്യുമ്പോൾ ആ ഇലക്ട്രോണിന് ലഭിക്കുന്ന കൈനറ്റിക് എനർജിയാണ് 1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് നമ്മൾ പറയുന്നത്. 1 ഇലക്ട്രോൺ വോൾട്ട് ഇസ് ഈക്വൽ ടു 1.6 into 10 raised to minus 19 joule. 1 ഇലക്ട്രോൺ വോൾട്ട് ഇസ് ഈക്വൽ ടു 1.6 into 10 raised to minus 19 joule. അടുത്ത ടോപ്പിക് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. എന്താണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് നോക്കാം. ഒരു സർഫസിലെ എല്ലാ പോയിന്റിലും ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ ഈക്വൽ ആണെങ്കിൽ ആ സർഫസിനെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയും. ഒരു സർഫസിലെ ഏത് പോയിന്റ് എടുത്താലും ആ പോയിന്റിലെല്ലാം സെയിം പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ സെയിം ആയിരിക്കും. ഒരു സർഫസിലെ എല്ലാ പോയിന്റിലെയും പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ സെയിം ആണെങ്കിൽ അങ്ങനെയുള്ള ആ സർഫസിന് നമ്മൾ പറയുന്ന പേരാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഇവയുടെ പ്രോപ്പർട്ടീസ് എന്ന് നോക്കാം. നമ്പർ 1, ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൽ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാർജ് മൂവ് ചെയ്യാൻ വേണ്ട വർക്ക് 0 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ എല്ലാ പോയിന്റിലെയും പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ സെയിം ആണ്. നമ്മൾ പറഞ്ഞായിരുന്നു VA ഈക്വൽ ടു VB ആകുന്ന കേസിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ
വർക്കിൻ്റെ ആവശ്യമില്ല. ഒരു പോയിന്റിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാർജിനെ മൂവ് ചെയ്യിക്കാൻ വർക്ക് സീറോ വർക്ക് മതി, അല്ലെങ്കിൽ വർക്ക് ആവശ്യമില്ല ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൽ. നമ്പർ 2, ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് നെവർ ഇന്റർസെക്റ്റ്. രണ്ട് ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകൾ ഒരിക്കലും തമ്മിൽ കൂട്ടിമുട്ടുന്നില്ല. നെക്സ്റ്റ് പ്രോപ്പർട്ടി, ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഈസ് നോർമൽ ടു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സിന് നോർമലായിട്ടാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് കാണപ്പെടുന്നത്. ഒരു പോയിന്റ് ചാർജിന് ചുറ്റുമുള്ള, അത് പോസിറ്റീവ് ചാർജ് ആവാം അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് ആവാം, ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എങ്ങനെയാണെന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പോസിറ്റീവ് ചാർജ് ആയാലും നെഗറ്റീവ് ചാർജ് ആയാലും ഫിഗർ സെയിം ആയിരിക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു പോയിന്റ് ചാർജിന് ചുറ്റുമുള്ള ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് കോൺസെൻട്രിക് സ്പിയേഴ്സ് ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സെൻറ്റർ സെയിം ആയിട്ടുള്ള ഓരോ സ്പിയർ ആയിട്ടാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് കാണപ്പെടുന്നത്. ഇവിടെ നമ്മൾ സർക്കിളായിട്ടാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അത് സ്പിയർ ആയിട്ട് വേണം നമ്മൾ കൺസിഡർ ചെയ്യാൻ. പോയിന്റ് ചാർജ് സെൻറ്ററിൽ വരത്തക്ക രീതിയിലുള്ള ഓരോ സ്പിയർ ആയിട്ടാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് കാണപ്പെടുന്നത്. ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ പാരലൽ പ്ലെയിൻസ് ആയിട്ടാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് കാണപ്പെടുന്നത്. ഈ പ്ലെയിൻസ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഫിഗറിൻ്റെ അകത്ത് നോക്കുക, ഈ കാണുന്നത് ഇ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ആണ്. ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ആണ് ഇ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് പാരലൽ ആയിട്ടുള്ള പ്ലെയിനുകൾ നോക്കുക. ഇതൊരു പ്ലെയിനാണ്, അതിന് പാരലായിട്ട് മറ്റൊരു പ്ലെയിൻ, ഇത് വേറൊരു പ്ലെയിൻ. ഇങ്ങനെ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പാരലൽ പ്ലെയിനുകളായിട്ടാണ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് കാണപ്പെടുന്നു. ഒരു ഇലക്ട്രിക് ഡൈപോൾ ആണ് ഇവിടെ നമ്മൾ തന്നിരിക്കുന്നത്. ഒരു പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും അടുത്തായിട്ട് വെച്ചിരിക്കുന്നു. അപ്പോൾ ഇതിൽ ഇലക്ട്രിക് ഡൈപോൾ ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഇലക്ട്രിക് ഡൈപോളിൽ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഇപ്രകാരമായിരിക്കും. ഫിഗറിനകത്ത് നോക്കുക, ഓരോ ചാർജിനും ചുറ്റുമുള്ള കോൺസെൻട്രിക് സ്പിയേഴ്സ് ആണ്. ഇലക്ട്രിക് ഡൈപോളിൽ ഇപ്രകാരമാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് കാണപ്പെടുന്നത്. രണ്ട് പോസിറ്റീവ് ചാർജുകളോ അല്ലെങ്കിൽ രണ്ട് നെഗറ്റീവ് ചാർജുകളോ അടുത്തായി വെച്ചിരുന്നാൽ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഈ ചിത്രത്തിൽ കാണിക്കുന്ന പോലെ ആയിരിക്കും. രണ്ട് പോസിറ്റീവ് ചാർജ് ആയാലും നെഗറ്റീവ് ചാർജ് ആയാലും ഇത് സെയിം ആയിരിക്കും ഫിഗർ. അപ്പം ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്താണെന്നും അവയുടെ പ്രോപ്പർട്ടീസും തന്നിരിക്കുന്ന ചാർജിന് ചുറ്റുമുള്ള ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വരയ്ക്കാനും എക്സാമിന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. എല്ലാവർക്കും ഈ ടോപ്പിക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഒരിക്കൽ കൂടി കണ്ട് നന്നായി മനസ്സിലാക്കുക. താങ്ക് യു.